എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് മോർണിംഗിൽ കുറച്ച് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. ഇവിടെ കൃത്യമായിട്ടൊക്കെ നമ്മൾ CPRൻ്റെ ആ ഒരു സ്ട്രെങ്ത് നോക്കി ഇവിടെ കാണുമ്പോൾ അറിയാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, നേരെ വന്നിട്ട് S1 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറി. S1 സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി. അതിനുശേഷം നല്ല അപ്പ് ട്രെൻഡ് വന്ന് നോക്കി R2, അതായത് റെസിസ്റ്റൻസ് 2ൻ്റെ അവിടെ കയറിയതിന് ശേഷം തിരിച്ചിവിടെ നല്ലൊരു ഹെവി സെല്ലിങ് വന്നു. നല്ല രീതിയിൽ ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് ഈ CPR നോക്കിയിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ആ പറയുന്ന മെത്തേഡിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും മോർണിംഗ് തൊട്ടേ ഡൗൺ ട്രെൻഡിൽ തന്നെ ആയിരുന്നു. ഒരു അപ്പ് ട്രെൻഡ് ചാൻസ് കാണിച്ചിട്ടേ ഇല്ല. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഡൗൺ ഓപ്പണിംഗ് വന്നതിന് ശേഷം CPRൻ്റെ ഹയർ ലെവൽ ബ്രേക്കായി നിൽക്കാൻ അതിനൊരു സ്ട്രെങ്ത് ഇല്ല. ലാസ്റ്റ് കണ്ടിന്യൂസ് സെല്ലിങ് വരുമായിരുന്നു താഴോട്ട്. ബാങ്ക് നിഫ്റ്റിയാണ് നല്ല വീക്ക്നെസ് കാണിച്ച സെക്ടർ. ബാങ്കിങ് സെക്ടർ ആയിരുന്നു വീക്ക്നെസ് കാണിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ നമ്മൾ 15 ഷെയർ എടുത്തു. ഈ 15 ഷെയർ 7-8 ഷെയർ നല്ല സൂപ്പറായിട്ട് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന രീതി ഷോർട്ട് സെല്ലിങ്ങിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡിയം എന്ന് പറയുന്ന ഷെയർ, യുക്കാൽ എന്ന് പറയുന്ന ഷെയർ, ഡാറ്റ മെട്രിക്സ്, NIT ചാൻസ് വന്നിട്ടില്ല. ഗുഡ് ലക്കിനകത്ത് നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഖെയ്ത്താൻ കെമിക്കൽ നല്ല സൂപ്പർ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. GSLSU എന്ന് പറയുന്ന ഷെയർ, നല്ല ചാൻസുകളാണ് ഈ ഷെയറുകളെല്ലാം തന്നെ. നമ്മൾ ജസ്റ്റ് ആ ഷെയർ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതിനകത്തൊരു 4-5 ഷെയറിനകത്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ഞാൻ ഒരു 4-5 ഷെയർ ഞാൻ കാണിച്ചു തരാം. ഖെയ്ത്താൻ കെമിക്കൽ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പോയിട്ട് അത് ഹൈ അടിച്ചു. ഇവിടെ CPR ഹൈ അടിയുമ്പോൾ കാണാൻ എൻ്റെ ഹൈ കണ്ടില്ലേ, ഇവിടം വരെ ഹൈ അടിച്ചു. അതിനുശേഷം പിന്നെ താഴോട്ട് ഇറങ്ങി ഒരു പ്രീവിയസ് ഡേ ഹൈയിൽ ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്തെടുത്ത് നിന്നു. പക്ഷേ അതിന് മുകളിലോട്ട് പോകാനൊരു കപ്പാസിറ്റി കാണിക്കുന്നില്ല. നമ്മളാണ് ഇപ്പോൾ എൻട്രി എടുക്കേണ്ടത്. ഈ 98.50 റേഞ്ചിൽ ഒരു എൻട്രി എടുത്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന 100 രൂപയുടെ മുകളിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മതി. അതായത് 1.5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ആ ഷെയർ പോയ പോക്കുണ്ടോ താഴോട്ട് 89 വരെ. 10 രൂപ, അത്രയും വലിയൊരു ഷെയർ, അത്രയും ചെറിയൊരു ഷെയർ നമുക്ക് 10% ആണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് തരുന്നത്, നല്ല ഒന്നാം തരമായിട്ട്. അതുപോലെ ഗോൾഡിയം എന്ന് പറയുന്ന ഷെയർ ഗോൾഡിയം ഓപ്പണിങ്ങിൽ ഹൈ മൂവ്മെൻറ്റ് വന്നു. അതിന് ശേഷം ഇവിടെ കട്ടായി 324 കട്ടായതിന് ശേഷം അത് 314 വരെ. ഇവിടെ ഒരു 10 രൂപ പ്രോഫിറ്റ് വന്നു. രണ്ടാമത് വീണ്ടും കയറുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുക, അടുത്ത ലെവലിൽ പോകുന്നു. അതല്ല എങ്കിൽ ഈ ലെവലിൽ പോയി തിരിച്ചിറങ്ങുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ അടുത്ത ലെവലിൽ പോയിട്ട് ഈ ഷെയർ താഴോട്ടിറങ്ങി. നമ്മൾ ഇവിടെ വീണ്ടും 345 എൻട്രി എടുത്താൽ നമുക്ക് 329, അത് 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വീണ്ടും അത് കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ചാൻസ് നല്ല രീതിയിൽ ആ ഷെയറിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല ചാൻസ് തരുന്നത് ഗുഫിക് ബയോ എന്ന് പറയുന്ന ഷെയർ. ഗുഫിക് ബയോ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈയും R1 അടിച്ച് ഇറങ്ങി. ഈ R1ൻ്റെ താഴോട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. ഇവിടുന്ന് എൻട്രി എടുത്താൽ നമുക്ക് ലാസ്റ്റ് ടൈമിലോട്ട് എത്ര കിട്ടുന്നുണ്ട്, 404. നമ്മുടെ എൻട്രി 413, 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതുപോലെ ക്വസ്റ്റ് കോർപ്പറേഷൻ, ഞാൻ ഇന്നലത്തെ വീഡിയോ എനിക്കൊന്ന് ഫസ്റ്റ് നല്ല വീക്കാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഷെയർ ഇതാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഓപ്പണിങ് ജസ്റ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു. അതിനുശേഷം ഹൈ അടിച്ചു, ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്താൽ 808 ആ റേഞ്ചിലോട്ടൊരു എൻട്രി എടുത്താൽ നമുക്ക് 785, ഏകദേശം 20 രൂപയുടെ മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ആ ഷെയർ കാണിക്കുന്നുണ്ട്. വേറെ ഷെയർ GSLSU എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയറും ഓപ്പണിങ്ങിൽ ഹൈ ഓപ്പണിങ് വന്നു, ഇവിടെ ഇറങ്ങി. നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ 212 എടുത്താൽ 299, 12 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നോക്കിയിരുന്നാൽ നല്ല ചാൻസ് കിട്ടും, ഈസി ആയിട്ട് നല്ല അടിപൊളി ചാൻസ് കിട്ടും.
അപ്പോൾ നമ്മുടെ രീതി അതൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. നമ്മൾ ചെയ്യുന്ന ഷോർട്ട് സെല്ലിംഗ് രീതിയുടെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്നവർ അത് നോക്കി ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാർക്കറ്റിൽ ഒരു 1-2 മാസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നാളത്തേനെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കട്ടെ. ഒരു മിനിറ്റ്. നാളത്തേന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഷെയറുകളാണ് 15 ഷെയർ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 15 ഷെയറിൽ ഈ ബിർള സോഫ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത് നിരക്കമായിരുന്നു ആ ഷെയറിനകത്ത്. പക്ഷേങ്കിൽ നാളെ ഈ ഷെയറിനകത്ത് ഒരു ചാൻസ് കിട്ടിയാൽ ഇത് നല്ല രീതിയിൽ ഇറങ്ങാൻ, നല്ല രീതിയിൽ തന്നെ ഒരു 15-20 രൂപ, അതിലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ വന്നിട്ട് ഇന്നത്തെ ഹൈ, അതായത് 668-70 അല്ലെങ്കിൽ 61 വന്നിട്ട് ഇറങ്ങുന്ന കണ്ട നല്ലൊരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഷെയറിനകത്ത്. അതുപോലെ ഹഡ്കോ എന്ന് പറയുന്ന ഷെയർ, ഇതിൻ്റെ ഹൈയും 61 നോക്കിയേ സെയിം, ഏകദേശം ഒരു 50 പൈസ വ്യത്യാസം. ഈ 2 ലെവൽ അടിച്ചിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി ഷെയർ. IEX നോക്കുക, ഈ 200 R2 എന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. R2 വന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ കണ്ണും മുട്ടി എടുക്കാൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചോദിക്കാനൊന്നും നിൽക്കരുത് അതിൻ്റെ താഴോട്ട് ഇറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ. 213, 14 അല്ലെങ്കിൽ 215 വന്നിട്ടാണെങ്കിലും ഇറങ്ങി 211.90 താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കുക. 3 രൂപയുടെ റിസ്ക് എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളവിടെ മടിച്ച് നിന്നിട്ട് 211.90 എൻട്രി എടുക്കാതെ, അല്ലെങ്കിൽ 211.50 അല്ലെങ്കിൽ 60 റേഞ്ച് എൻട്രി എടുക്കാതെ 207, 208 വരുമ്പോൾ പോയി എൻട്രി എടുക്കരുത്. അവിടെ അതാണ് റിസ്ക്. അതുപോലെ ഗ്രാന്യൂൾസ് 1 സൈഡ് മൂവ്മെൻറ്റ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയറാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നത്തെ ഇത് എനിക്ക് തോന്നുന്നു ഓൾ ടൈം ഹൈ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കുക, ഈ R1 റേഞ്ചിൽ നിന്ന് അല്ലെ R2 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. ചിലപ്പം ഇറങ്ങാൻ തുടങ്ങിയാൽ നല്ലൊരു ഇറക്കം കിട്ടും ഈ ഷെയറിനകത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഹെറൻബ എന്ന് പറയുന്ന ഷെയർ ഈ 512 ആവറേജാണ്. ഒന്നുകിൽ ഹൈയും R1 അടുത്തടുത്ത്. അപ്പോൾ ഈ 2 റേഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങി ഈ 2 റേഞ്ചിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതെല്ലാം ഓപ്പണിങ്ങിലെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. 10 രൂപയൊക്കെ കയറിയിട്ട് ഒരു 515 പോയിട്ട് 512 താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിൽ ഈ ഗുഡ് ലക്ക് ശ്രദ്ധിച്ചോണം. ഗുഡ് ലക്ക് നാളെ ഈ 2 ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ലെവൽ വന്നാൽ നല്ലതായിരുന്നു. അതായത് 1200 റേഞ്ചിന് അടുത്തോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ഇടാതിന് ശേഷം ഈ ലെവലിൽ കട്ട് ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു 50 രൂപയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് താഴോട്ട്. 50 അല്ലെങ്കിൽ ചിലപ്പോൾ 100 രൂപയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉള്ള ഷെയറാണ്. പക്ഷേങ്കിൽ ഈ റേഞ്ച് വന്നിറങ്ങണം. ഈ R2 എന്ന് പറയുന്ന റേഞ്ച് വന്നിറങ്ങണം. അല്ലാതെ നമ്മൾ R1 ഒക്കെ വന്നിറങ്ങുകയാണെങ്കിൽ നമുക്ക് നോർമൽ കിട്ടുന്ന ഒരു റീസണബിൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ മാറുക. വിംത ലാഭം ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1 റേഞ്ച് ചെയ്യുന്ന ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കുക. ഓപ്പണിംഗ് ഹൈ മൂവ്മെൻ്റ് ആണെങ്കിൽ R1 വരെ വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ മൂവ്മെൻറ്റ് കുറവാണെങ്കിൽ ഈ ഹൈ അടിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. ഇൻസെക്ടിസൈഡ് 1036, അതിൻ്റെയും ആവറേജിന് താഴെയാണ് ക്ലോസ്. അപ്പോൾ ഈ ഷെയർ ഇവിടുന്ന് ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഒരു 1050 വന്നിട്ട് ഇവിടെ നോക്കിയേ ഈ 1041 ഇതിൽ ഏറ്റവും ഹൈ ഇതാണ്. അപ്പോൾ ഇതാണ് TC ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഈ ലെവലിനും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. NBCC ബൈബാക്ക് ആണോ ബോണസ് ആണോ എന്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നാളെ അധികമൊന്നും ഇറങ്ങത്തില്ല. പക്ഷേങ്കിൽ ലെവലുകൾ വന്നിറങ്ങണം. ഇപ്പോൾ 209.75, 208 ഈ 2 ലെവലിൻ്റെ മുകളിൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു 5 രൂപ ആ റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കിട്ടുന്ന ചാൻസ് കൂടുതലാണ്. അതുപോലെ ഗുൽഷൻ പോളി എന്ന് പറയുന്ന ഷെയർ R1 വന്നിറങ്ങുവാണെങ്കിൽ ഒരു ചാൻസ് എടുക്കാം. R1 230.88 ഈ ഹൈ വന്നിറങ്ങിയാലും ചാൻസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ക്രോണോക്സ് എന്ന് പറഞ്ഞത് ഈ ഷെയർ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു ഷെയറാണ്. ഇതൊരു മൾട്ടി ബാഗർ ചാൻസ് ഉള്ളൊരു ഷെയറാണ്. ഇതിനകത്ത് എപ്പോഴെങ്കിലും കർശനം വന്ന് കുറച്ച് താഴോട്ട് കിട്ടിക്കഴിഞ്ഞാൽ
അതായത് ഒരു 160 150 റേഞ്ചിൽ കിട്ടിയാൽ ഒരു പക്ഷേ ഒരു വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ 100% റിട്ടേൺ തരാൻ സാധ്യതയുള്ളൊരു ഷെയറാണ്. അപ്പോൾ ആ ഷെയർ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഭഗീരിയ എന്ന് പറയുന്ന ഷെയറും R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല 250 പോയിട്ട് ഈ ലെവൽ കെട്ടുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ടോക്കിയോ പ്ലാസ്റ്റ് നോക്കുക. ടോക്കിയോ പ്ലാസ്റ്റ് ഓപ്പണിങ് ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 144 152 ചിലപ്പോൾ ഈ റേഞ്ചിലോട്ടും വരാം. ഈ റേഞ്ച് വന്നിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കി ചെയ്യുക. ഷെയറിൻ്റെ ലെവലുകൾ മനസ്സിലാക്കി ചെയ്യുക. ഓരോരുത്തരുടെ റിസ്കിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുക. റിസ്കിൻ്റെ വെളിയിലോട്ട് പോകരുത്. എപ്പോഴും നമ്മുടെ കപ്പാസിറ്റിയെക്കാട്ടി കൂടുതൽ ഒരു രീതി വെച്ച് ട്രേഡ് എടുക്കുമ്പോഴാണ് നമുക്ക് ഹെവി ലോസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ശാന്തമായിട്ടിരുന്ന് ട്രേഡ് ചെയ്താൽ മതി. ഒരു 4-5 ട്രേഡ് പല പ്രാവശ്യമായിട്ട് എടുക്കുമ്പോഴേ 1000-2000 രൂപ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റോടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.